അപ്പോൾ ഗെയ്സ് എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രൊജക്റ്റാണ്. വലിയൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുള്ള വലിയൊരു അടിപൊളി പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഗെയ്സ് ഇതിനകത്ത് വലിയ വലിയ ആൾക്കാരാണ് സ്പോൺസേഴ്സ് ആയിട്ടുള്ളത്, വലിയ വലിയ കമ്പനീസ്. അപ്പോൾ ഗെയ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ NS വേൾഡ് റെക്കോർഡ്, അതുപോലെ തന്നെ നാസ, അതുപോലെ തന്നെ മാസ്റ്റർ സിറ്റീസ്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസാണ് ഗെയ്സ്. ഒരു കാരണവശാലും വിട്ട് കളയരുത്. വലിയൊരു പ്രൊജക്റ്റാണ്. നല്ലൊരു എമൗണ്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും വിട്ട് കളയരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ട് ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാത്തൊരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറുക, ജോയിൻ ചെയ്യുക, മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കുക. എങ്ങനെയൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം. അപ്പോൾ ഗെയ്സ് എല്ലാവരും മസ്റ്റായിട്ട് നോക്കുക, കാണുക, ഏണിങ്സ് ഉണ്ടാക്കുക, കൊണ്ടുപോവുക. അത്രേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് കോയിൻസ് ഉണ്ടാക്കുന്നത്. ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, ഒരു എന്താ പറയുക, ഒരു നമ്മൾ പണ്ടൊക്കെ കളിച്ചിട്ടുള്ള കാർ ടൈപ്പ് ഗെയിമാണ്. അപ്പോൾ ഗെയ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്ത് കോയിൻസ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഈ സ്റ്റാർ കോയിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് WP എന്ന് പറഞ്ഞൊരു കോയിനാണ്. സ്റ്റാർ അതിൻ്റെ ഇപ്പുറത്തുള്ള കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതല്ല ഗെയ്സ്, ഈ ഒരു കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇതിനകത്തുള്ള രണ്ട് കോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഇതിനകത്ത് വന്നിട്ടുള്ള കോയിൻ എന്ന് പറയുമ്പോൾ ഒരു WP എന്ന് പറഞ്ഞ കോയിനാണ്, ഒരു ഗോൾഡൻ കളർ കോയിൻ. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാർ മാത്രമായിട്ടൊരു കോയിൻ വന്നിട്ടുണ്ട്. ആ കോയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗെയ്സ് ഇതിനകത്ത് മാക്സിമം ഗെയിം കളിച്ചിട്ടാണ് കോയിൻസ് ഉണ്ടാക്കാനുള്ളത്. ഇതിനകത്ത് നമ്മുടെ സ്പീഡ് വളരെ കുറവാണ് ഗെയിമിൻ്റെ. കാരണം നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിനകത്ത് നമ്മുടെ ഗെയിമിൻ്റെ സ്പീഡ് കൂടുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗെയ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ കോയിൻസ് കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗെയ്സ് ഏകദേശം മാക്സിമം കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇതിട്ട് കയറാത്തവർക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാക്സിമം കോയിൻസ് ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്കും ഷുവറായിട്ടുള്ള വലിയ വലിയ കമ്പനീസാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കോയിൻസ് മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് കോയിൻസ് നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കിയത് 12ഉം 29 നമ്മൾ കളക്ട് ചെയ്യണം. ക്ലെയിം ചെയ്യുന്നത് കളക്ട് ആവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തും, പിന്നെ ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ആ കോയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ 30 കോയിൻ കൊടുത്ത് ഒരു ബൂസ്റ്റ് ചെയ്തു. കാരണം ഈ ബൂസ്റ്റ് ലെവൽ കൂട്ടിയാലാണ് ഏകദേശം നമുക്ക് ഇപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന കോയിൻസൊക്കെ കളക്ട് ആവുന്നത് അവിടെയാണ്. കാരണം ഇപ്പോൾ ഏകദേശം 6 കോയിൻസാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലായിട്ടും കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ടാക്കാൻ പറ്റും. ഗെയിം കളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കളിച്ചില്ലേ, ഇനി കളിക്കുന്നത് അടുത്തത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ 10x ആക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ കാശ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്കുമില്ല. അപ്പോൾ ഞങ്ങൾ മാക്സിമം കോയിൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മാക്സിമം ഗെയിം കളിച്ചിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊന്നുമല്ല, ഏതെങ്കിലും പുതിയ ബോട്ടിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതൊരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒക്കെ നോക്കാം. പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ മാക്സിമം കോയിൻസ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൊത്തം കോയിൻസ് എന്ന് പറയുമ്പോൾ 403 കേസിന് അത്യാവശ്യം ഗെയിം കളിച്ചിട്ടും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ആദ്യം മുതൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത്രയും കോയിൻസ് ആയി കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 2-3 വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ കുറച്ച് കോയിൻ കിട്ടുന്നതിൽ വളരെ വലിയൊരു എമൗണ്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ നിസ്സാര കോയിനുള്ളൂ, 403 കോയിനുള്ളൂ. ബാക്കിയില്ലാതെ നമുക്ക് തുടരാനും പിടിക്കുന്നതിനൊക്കെ മില്യൺ കണക്കിന് കോയിൻസാണ് കിട്ടുന്നത്. അതിനകത്ത് 403 കോയിൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി അതിനകത്തൊരു വലിയ എമൗണ്ട് തന്നെ പ്രതീക്ഷിക്കാമെന്ന്. അതുപോലെ തന്നെ ഞാൻ സ്പിൻ ചെയ്ത് ടിക്കറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടിക്കറ്റും USDTയും ഞാൻ ഡയറക്റ്റായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ടിക്കറ്റും കൂടെ എന്താ യൂസ് എന്ന് ചോദിച്ചാൽ ഗെയ്സ്, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ടിക്കറ്റിൻ്റെ എന്താ യൂസ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതൊരു ഗീവ് അവേ ഉണ്ടായിരുന്നു. അതിനകത്ത് 1000 ടിക്കറ്റ്സ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് എന്തായാലും കയറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടിക്കറ്റിന് എന്തോ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഗെയിം കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്തായാലും വെറുതെ കളഞ്ഞില്ല. കാരണം ഗീവ് അവേ ആണ്, കിട്ടും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് നോക്കിയില്ല. പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് എനിക്ക് 403 കോയിനാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിങ്സ് മാക്സിമം ഉണ്ടാക്കാൻ നോക്കാമെന്ന് നിങ്ങൾ നോക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോയിൻ എന്ന് പറയുന്നത് WP ആണ്. അത് തന്നെയും മൈനായിട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവും. ഏകദേശം എൻ്റെ ഏകദേശം ഇപ്പോൾ 72 പൈസയാണ് മൈനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ മേളിലുള്ള അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 50 പോയിൻ്റ് വേണം. ഒരു പ്രാവശ്യം ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് എത്ര കോയിൻസ് കളക്ട് ആവും, അത് കൂടും. ഇപ്പോൾ എൻ്റെ 6 കോയിൻസാണ് ഇപ്പോൾ കളക്ട് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അപ്ഗ്രേഡ് 50 കോയിൻ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ കോയിൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ കോയിൻ വെച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 50 ആകുമ്പോൾ അത് ഏകദേശം പിന്നെയും കൂടും. അപ്പോൾ അങ്ങനെ അത് മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മൈനിങ്ങിൻ്റെ കോയിൻ കളക്ട് ആവുന്നത് കൂടും. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടും. അപ്പോൾ കേസ് നിങ്ങൾ എല്ലാത്തിലും മാക്സിമം കയറി ജോയിൻ ചെയ്യുക. എല്ലാത്തിലും ഈക്വൽ ടൈം കൊടുത്ത് സ്പെൻഡ് ചെയ്ത് മാക്സിമം കോയിൻസ് ഉണ്ടാക്കാൻ നോക്കുക. എന്തായാലും വലിയൊരു എമൗണ്ട് ഇതിന് പ്രതീക്ഷിക്കാം. കാരണം വലിയ വലിയ കമ്പനീസ് സ്പോൺസേഴ്സ് ഉണ്ട്.
കാരണം ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം വലിയ വലിയ കമ്പനീസ്, നാസയൊക്കെ പോലത്തെ കമ്പനീസ് ഇടപെട്ടെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇത് പാളി പോവില്ല. ഉറപ്പായിട്ടും വലിയൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ മാക്സിമം ഇടാൻ നോക്കുക. അപ്പോൾ കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നോക്കാറുണ്ട്. കേസ് ഇനിയും ഈ മൈൻ ചെയ്യാത്തവർ മിസ്സ് ചെയ്യരുത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേസ് നമ്മൾ ബ്ലൂമിൻ്റെ ഒരു കാര്യം പറയണ്ടേ, ഈ ബ്ലൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂം ടോപ്പ് 1 ഒരു ബോട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉറപ്പായിട്ടും തരാൻ പോകുന്ന ബ്ലൂം തന്നെയാണ്. അത് ഷുവറാണ്. ബ്ലൂം 100% വലിയൊരു എമൗണ്ട് ഉറപ്പായിട്ടും തരും. ബ്ലൂമിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത്. പിന്നെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് അടുത്ത മാസം ഉറപ്പായിട്ടും അതിൻ്റെ വിഡ്രോവലുണ്ടാവും. കയറിയിട്ടുള്ളവർക്ക് അറിയാം കയറാത്തവർ അപ്പോൾ അതുപോലെ മസ്റ്റായിട്ടും കയറാൻ വലിയൊരു എമൗണ്ട് കാരണം ടാസ്കുകൾ കയറുമ്പോൾ തന്നെ എമൗണ്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് കളക്ട് ചെയ്യുക. കാരണം അതിനകത്ത് കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയാം കോയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കിട്ടും ആ എമൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പണിയുള്ള ഓൾറെഡി വർക്കാവാത്തവർ കാണാം. അപ്പോൾ ഹോൾഡ് ചെയ്യണോ കയ്യിൽ കോയിൻസ് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോൾഡ് ചെയ്യുന്നതാണോ അതോ സെല്ല് ചെയ്യുന്നതാണോ നല്ലതെന്ന്. അപ്പോൾ അതിനൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. കാരണം മിക്ക വലിയ യൂട്യൂബേഴ്സും പറയുന്നത് അത് സെല്ല് ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സെല്ല് ചെയ്യണോ അതൊരു വലിയ എമൗണ്ട് ആവുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെലിഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരും ഡോക്കോയിൻ മിക്സ് ചെയ്യരുത്. വലിയൊരു എമൗണ്ടാണ്. വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ കോയിനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കോയിൻ ഒരു പണിയില്ലാണ്ട് വെറുതെ കിട്ടും. അപ്പോൾ കേസ് നമ്മൾ ആപ്സ്റ്റർ കോമ്പാക്റ്റ് പോലെയൊന്നുമല്ല, വെറുതെ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിൻസ് കിട്ടും. ആ കോയിൻസ് വിഡ്രോ അടിക്കുക വളരെ എളുപ്പമാണ്. കേസ് ആരും മിസ് ചെയ്യരുത്. ഡോഗ് കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വലിയൊരു ടെലിഗ്രാമിൻ്റെ സ്വന്തം ആപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓണറുടെ സ്വന്തം ആപ്പാണ്. അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത്. ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്കോയിൻ. ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട് കോയിൻ 2.0 പറ്റി. അപ്പോൾ കേസ് അതിനകത്ത് കയറിയവർക്ക് എല്ലാവർക്കും വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ കേസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം കേസ് നോട്ട് കോയിൻ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ 5 നോട്ട് കോയിൻ ഏകദേശം ഇന്ത്യൻ മണി 6 രൂപയാണ് കേസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അത് ആരും മിസ് ചെയ്യരുത്. ടെലിഗ്രാം ചാനലും ഞാൻ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡോഗ് കോയിൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ലത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ചിലപ്പോൾ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യുന്നത് നല്ലതല്ലായിരിക്കും. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഹോൾഡ് ചെയ്ത് വെച്ച് വലിയൊരു എമൗണ്ട് ആവുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണോ അതോ അപ്പോൾ തന്നെ വിറ്റ് കാശാക്കുന്നതാണോ നല്ലതെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാരണം അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ടെലിഗ്രാമിൻ്റെ സ്വന്തം മൈനിങ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ടെലിഗ്രാം തന്നെ സ്വന്തമായിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ ആപ്പ്. അപ്പോൾ അതിനകത്ത് ഒരു കോയിൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് മാത്രമാണ്. കാരണം അവർക്ക് ഒരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സ്വന്തം ആപ്പാണ്. അവർ സ്വന്തം ആപ്പിൽ നമ്മൾ മൈൻ ചെയ്യുന്നു. കാരണം അതങ്ങനെയാണ്. അപ്പോൾ കേസ് നല്ലൊരു എമൗണ്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാ അപ്ഡേറ്റ്സും യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലായിട്ട് ഇടുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡോഗ് കോയിൻ മിസ് ചെയ്യരുത്. ബ്ലൂം ഒരു കാരണം വെച്ചാലും മിസ് ചെയ്യരുത്. വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ് ബ്ലൂം. അപ്പോൾ ഏകദേശം ചെറിയ എമൗണ്ട് കയ്യിലുള്ളവർ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കയ്യിലുള്ളത് വലിയൊരു എമൗണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ മൈനിങ്ങിലും കയറുക, ജോയിൻ ചെയ്ത് വെക്കുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് കോയിൻസ് കിട്ടും, അതെങ്കിലും കളക്ട് ചെയ്ത് വെക്കുക. ആപ്സ്റ്റർ കോമ്പാക്റ്റിൽ മാത്രം പോയിരുന്ന സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആപ്സ്റ്റർ കോമ്പാക്റ്റ് ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്ക് പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് മൈൻ ചെയ്തതിനകത്ത് മാത്രം ഇരുന്ന്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിനകത്ത് മാത്രം പോയിരുന്ന സമയം കളയരുതെന്ന്. അതങ്ങനെ നഷ്ടപ്പെട്ട എല്ലാം പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിലും മാക്സിമം കയറി എല്ലാത്തിൽ നിന്നും നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക. എല്ലാ അപ്ഡേറ്റ്സും യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാത്തിലും കയറി ജോയിൻ ചെയ്യുക. വലിയൊരു എമൗണ്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ എല്ലാം ഓക്കെ.